അമ്മാവാ അമ്മാവാ. അയ്യോ നേരം വെളുത്തോ? പിന്നെ താരെണീറ്റെന്നാ തോന്നണേ. അയ്യോ ആ പെണ്ണ് പാല് കൊണ്ടുവരുന്നത് ഇപ്പോഴാ. ഞാൻ കുറേ ചീത്ത പറഞ്ഞു. സാർ ചായ. ഹലോ, സ്റ്റേഷനിലെ ഇത് രതീശൻ സാറിന്റെ എവിടുന്നാ? എടാ ഫോണൊന്നും എടുക്ക്. അനി അനി. ഹലോ, ആ അതെ, ഡിവൈഎസ്പിയുടെ വീടാ. ആ വിളിക്കാം. ചേട്ടാ സ്റ്റേഷനിലാ. എന്താന്ന് ചോദിക്കേ? എന്തോ എമർജൻസി ആണോ പറഞ്ഞത്? ചേട്ടനെ ഒന്ന് ചോദിക്കേ. ഹലോ, ഡിവൈഎസ്പി ഹിയർ. ആ ഏത് ആ ഫിലിം? ആ ആ ആരാ ഇതിപ്പം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച്? അങ്ങോട്ട് ആളെ വിട്ടിട്ടുണ്ടോ? ഡെഡ് ബോഡി ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. നഷ്ടമായിപ്പോയി. ഞാനിപ്പോ അങ്ങെത്താം. റിയലി അൺഫോർച്യൂനേറ്റ്. ആരാ കാലത്തെ കാറ്റുപോയി കിടക്കുന്നത്? ഹരികൃഷ്ണൻ. നമ്മുടെ? അത് തന്നെ, ഹരികൃഷ്ണൻ, ഫിലിം ഡയറക്ടർ. എങ്ങനെ തട്ടിയതാ? ആര്? ആരോ. ഭയങ്കര സെൻസേഷൻ ആവൂലോ ഇനി ഇത്. എവിടെ വെച്ച സംഭവം? ആരെങ്കിലും വിളിച്ചാ ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടുകയെന്ന് പറഞ്ഞത്. ആ മാറിക്കാൻ കുട്ടികളെ ഇങ്ങനെ ഇവിടുത്തെ വാച്ചർ. ഏതോ പെണ്ണിന്റെ. ആ മാർക്ക് ചെയ്തോളൂ. ആ നായ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്നവരോട് പ്രത്യേകം പറയണം, ഒന്നും ഡിസ്റ്റർബ് ചെയ്തെന്ന്. സൈമൺ തന്നെ ഇവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തോളൂ.
പുറത്ത് ക്രൗഡ് കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും. ഒന്ന് രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. അവർ കിടന്ന് ബഹളുണ്ടാവും. ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കേട്ടണ്ട. നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അകത്തേക്ക് വിട്ടാൽ മതി. അവരെ ഇപ്പൊ ഉടനെ ആ റൂമിലേക്ക് കയറ്റണ്ട. ഫിംഗർ പ്രിന്റുകാരുടെയും ഫോറൻസിക്കാരുടെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. സൈമണ്ട് ഓക്കെ കിട്ടിയിട്ട് മാത്രം പെർമിഷൻ കൊടുക്കും. അപ്പുള്ളിയാണോ ആദ്യം ബോഡി കാണുന്നത്? എങ്ങനെയായിരുന്നു? കാലത്തെ ചായയും കൊണ്ട് ചെന്നപ്പം. അപ്പൊ എത്ര മണിയായി കാണും? ഒരു 6-6:30. പരവരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളായിരുന്നു. സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ്? ചിലപ്പം അതിന് നേരത്തെ എണീക്കും. വെളുപ്പിന് എണീക്കുന്നതാ ഇഷ്ടം. അതിരാവിലെയാണോ പുള്ളി സാധാരണ എഴുതാറ്? ഓ, ഈ സ്ഥലവും കെട്ടിടമൊക്കെ പുള്ളിയുടെ അല്ലേ? അതെ. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ച കോട്ടേജായത്. സിറ്റി വേറെ വീടുണ്ടല്ലോ? ഉണ്ട്. എന്നാലും എന്തെങ്കിലും വർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണും ഉറക്കും എല്ലാം. അന്നേരം വീട്ടിലോട്ട് പോവില്ല? ഇല്ല. അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോകാതെ ഇവിടെ കഴിയാറുണ്ട്? അതാ ജോലി തീരുന്നവരാണ് ആ കണക്ക്. ചിലപ്പോ 1 മാസം 1.5 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല? വീട്ടിലേക്കെന്നല്ല, ഒരിടത്തോട്ടും പോവില്ല. ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും. അപ്പൊ ഭാര്യയായിട്ട് ഫോണിനോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോ അവരിങ്ങോട്ട് വരും. വേറെ ആരൊക്കെ വരും? അങ്ങനെ അധികാരം വരാറില്ല. എന്നാലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കോ? പ്രൊഡ്യൂസർമാരോ, ഫിലിം സ്റ്റാർസോ, പുതുമുഖങ്ങളോ? ചിലരൊക്കെ തപ്പി പിടിച്ചിങ്ങെത്തും. ആണുങ്ങളോ പെണ്ണുങ്ങളോ? രണ്ടും വരും. ചാൻസ് ചോദിച്ചോ? അതെ. വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്ത് നടക്കാത്തതുകൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ടിങ്ങത്. എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെയെത്തും. അപ്പോൾ വെള്ളം അടിക്കൂ? മുഖത്തിന്റെ ലക്ഷണം കണ്ടി ചോദിച്ചതേ ഉള്ളൂ. അടിക്കുവേ? എങ്ങനെയാ? ദിവസം അടിക്കോ അതോ കെട്ടിയാൽ അടിക്കോ? ദിവസമില്ല, എന്നാലും ദിവസം അടിക്കും അല്ലേ? എങ്ങനെയാ? സാറ് എഴുതാണോ? അയ്യോ, ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല. മണമടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്തോടങ്ങ് മരികയില്ല. അടുക്കളയിലും ഞാൻ ഒഴിഞ്ഞു കളി. ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു? വൈകുന്നേരം ഞാനൊന്ന് പുറത്തോട്ട് പോയി. വൈകുന്നേരം എന്ന് പറയുമ്പോ? ഒരു 5 മണി. അത്രയും തന്നെ ആയി കാണില്ല. സാറിനോട് ചോദിച്ചോളാണോ പോയത്? അതെ. തിരിച്ചു വരുമ്പോ എത്ര മണിയാക്കണം? 11 കഴിഞ്ഞു കാണും. ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാൽ മതി എന്നാ. അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും അങ്ങ് കയറ്റുമായിരിക്കും. അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പോഴുള്ള പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി. ഇന്നലെ ശാരം കൂടുതലായി പോയി. വന്നിട്ട് സാറിനെ കണ്ടോ? ഇല്ല. വന്നൊന്ന് അറിയിക്കാനായിട്ട് ചെമക്കുകയും പട്ടിയെറിയൊക്കെ ചെയ്തിട്ട് കയറി കിടന്നു. പിന്നെ കാലത്താ കണ്ണുറക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇതിന് എരിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതെന്താ പോവാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, മണം ഓടിച്ചോണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ. അങ്ങനെ പതിവ്. ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെരുപ്പ്. ചെരുപ്പോ? സർ, ഒരു ലേഡീസ് ചപ്പൽ. ഒരെണ്ണോ ഒരു ജോഡിയോ? ഒരെണ്ണം. റോണി സ്മെല്ല് പിടിച്ച് ഓടി കിട്ടിയതാ. എവിടെ കിടന്നു? ആ നടവഴിയിൽ. ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരുണ്ട്? ആരുമില്ലായിരുന്നു. ഇനിയാന്ന്? കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കൊച്ചല്ലാതെ മറ്റൊറ്റയാളെ ഈ കാമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കൂടെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, വയസ്സുകാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. അവിടെ കേൾക്കണം.
ആൾക്കൂട്ടം കയറി ചവിട്ടി പോയിട്ടിരുന്നതാ. തോണി വലിച്ചെടുക്കുകയായിരുന്നു. മഹസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ഉടൻ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്ക്. ഡ്യൂട്ടിക്ക് 1-2 കോൺസ്റ്റബിൾസിനെ ഈ ആൾക്കാരോടൊക്കെ മറിക്കമാ. എല്ലാരും മറന്നേ.